ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമാക്കി കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കട്ട്ലേറ്റാണ്, അതായത് ഇടിയൻ ചക്ക കട്ട്ലേറ്റ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. അപ്പം നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണ്. അത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് ഉടയ്ക്കാം, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ പൊട്ടാറ്റയും ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം പൊട്ടാറ്റോ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇടിയൻ ചക്കയാണ്. അത് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിയൻ ചക്കയാണ്. അതും നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം, അതായത് ഉടച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം, ഒന്ന് കറക്കിയെടുക്കാം. പേസ്റ്റ് ആക്കി എടുക്കാനല്ല, അതായത് പേസ്റ്റ് രൂപത്തിലല്ല, ജസ്റ്റ് ഒന്ന് കറക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഇടിയൻ ചക്കയും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു കടായി എടുത്ത് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉരുളൻകിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇടിയൻ ചക്കയിലും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ മസാലയിൽ ചേർക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനൊരു നാടൻ ടേസ്റ്റിന്, അതായത് ഇടിയഞ്ചക്ക ഒരു നാടൻ ഐറ്റം ആയതുകൊണ്ട് ഞാനൊരു നാടൻ ടേസ്റ്റായിട്ട് കറിവേപ്പില ചേർത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇനി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്, അതായത് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാല പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇടിയഞ്ചക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഉടച്ചു വച്ചിരിക്കുന്ന പൊട്ടാറ്റോ, അതായത് ഉരുളൻകിഴങ്ങ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ബ്രെഡാണ് പൊടിച്ചിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ടയൊന്ന് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മസാലയിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്കൊരു ബോളാക്കി എടുക്കാം. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം, ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പ്. അതായത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പോ ട്രയാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ ലവ് ഷേപ്പോ എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി നിങ്ങൾക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക, ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിലൊന്ന് ഡിപ്പ് ചെയ്യാം. മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക, അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കുക. കണ്ടില്ലേ?
അങ്ങനെ എല്ലാ മസാലയും ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എടുക്കുക. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു കടായി എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. കട്ട്ലേറ്റ് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കട്ട്ലേറ്റും ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം കട്ട്ലേറ്റ് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അതൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ഉൾഭാഗം നമ്മൾ ഓൾറെഡി കുക്കായിട്ടുള്ള മസാലയാണ്. പിന്നെ പുറം ഭാഗം മാത്രമേ ഒന്ന് കുക്കാക്കി എടുക്കാനുള്ളൂ. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അങ്ങനെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് മുന്നേ ഞാനൊരു കപ്പ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കട്ട്ലേറ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ.